ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നെന്താ പരിപാടി എന്നറിയോ? ഇന്ന് നമ്മൾ ചെറിയൊരു കുക്കിംഗ് പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ മേടിക്കാൻ പോവുകയാണ് പച്ചക്കറി കടയിലോട്ട്. നമുക്ക് വേണ്ടുന്ന കുറച്ച് തക്കാളി സാധനങ്ങളൊക്കെയാണ്. 10 രൂപ കൊടുത്ത് ഈ പച്ച ബസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് വണ്ടർലയിൽ റോളർ കോസ്റ്ററിൽ കയറുന്ന സെയിം എക്സ്പീരിയൻസ് കിട്ടുന്നതാണ് ഗൈസ്. വേണ്ടുന്നവർ അങ്ങനെ പോയിക്കോളുക. അതെ, അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ മേടിച്ച സ്ഥിതിക്ക് നമുക്ക് ഇനി തിരിച്ച് വീട്ടിൽ പോകാം. പോകുന്ന വഴിക്കാണ് നമ്മൾ ഷോപ്പ് കണ്ടത്. ചാട്ടിൽ കയറി കുറച്ച് ഷോയൊക്കെ കാണിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഒരു സമൂസ ചാട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഗംഭീര ടേസ്റ്റ് അങ്ങനെ പറയുന്നില്ല, എന്നാലും ഓക്കെ കൊള്ളായിരുന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. സൂപ്പർ മാർക്കറ്റിൽ പോയി തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അതാണ് പനീർ ബട്ടർ മസാല. ഫ്രഷ് ആണല്ലേ. എന്നിട്ട് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളോടെ ഞാൻ അവിടെ നിന്ന് പറക്കി കുറച്ച് സ്പൈസസും കാഷ്നട്ടും ഒക്കെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കുറച്ച് ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ അരിഞ്ഞു വെക്കുക. ഹോൾ സ്പൈസസ് എടുക്കുക, പനീർ എടുക്കുക, ഒരു ചട്ടി വെക്കുന്നു. കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും കൂടെ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളുടെ സ്പൈസസ്, ഉള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. അതിലേക്ക് വഴണ്ട് വരുമ്പോഴത്തേക്കിന് നമ്മുടെ തക്കാളിക്കയും കൂടെ ഇട്ട് പിന്നെ നമ്മുടെ കാഷ്നട്ടും കൂടെ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഒന്ന് അടച്ചു വെച്ചും കൂടെ ഒന്ന് വേവിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ട് ഇതൊന്ന് നമ്മുടെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് ബട്ടറിൽ നമ്മുടെ പനീറും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ടങ്ങ് കരിയിക്കണ്ട, ഒത്തിരി ഫ്രൈ ആയാൽ ഭയങ്കര റബ്ബറി ഫീലായിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും പാനിലേക്ക് കുറച്ചുകൂടെ ബട്ടർ ഇട്ടിട്ട് ഉള്ളിയും ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് ഗ്രേവിക്ക് എത്രയും വെള്ളം വേണോ അത്രയും വെള്ളം കൂടിയിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പനീർ ഇടുക. കസ്തൂരി മേത്തി കുറച്ച് ഇടുന്നുണ്ട്, ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മല്ലിയിലയും കൂടെ ഇട്ട് അടച്ചു വെച്ചാൽ നമ്മുടെ കറി റെഡിയായി. ചപ്പാത്തി എടുക്കുന്നു, കറി എടുക്കുന്നു, കഴിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.